അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞവരെ, മുസ്ലിം ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. 2050 ആകുമ്പോഴേക്ക് മുസ്ലിമീങ്ങൾ ഏറ്റവും ഭൂരിപക്ഷ സമുദായമായി മാറുമെന്ന പഠനങ്ങൾ നാം ഏവരും കണ്ടവരാണ്, വായിച്ചവരാണ്. എന്നാൽ അവസാന കാലയളവാകുമ്പോൾ മുസ്ലിമീങ്ങളുടെ അവസ്ഥാവിശേഷത്തെ കൃത്യമായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, യൂഷികു അൻ യഅ്തിയ അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. മുസ്ലിം നാമധാരികൾ ഉണ്ടാകും, ഖുർആനിൽ എഴുത്തുകളും അവശേഷിക്കും. ഇത്രമാത്രം. അതിനപ്പുറത്തേക്ക് അകക്കാമ്പുള്ള ഇസ്ലാമിനെ നമുക്ക് കണ്ടെത്തൽ പ്രയാസകരം തന്നെ. മുത്തുനബി മറ്റൊരു ഹദീസിലൂടെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട്, മൻ അത്വാഅ അല്ലാഹ അസ്സ വജൽ ഫഖദ് ദക്കറഹു വഇൻ ഖല്ലത് സ്വലാത്തുഹു വസിയാമുഹു വഖിറാഅത്തുഹുൽ ഖുർആൻ. ഇന്നത്തെ പോലെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ മദീനയിലേക്ക് എത്തിക്കുന്ന രീതികൾ, വലിയ വലിയ ദിക്റിൻ്റെ ഹലഖാത്തുകൾ, ഇതൊന്നും പഴയ കാലത്ത് നമുക്ക് സാർവികമായി കാണാൻ സാധിക്കുകയില്ല. ഇന്നെല്ലാം ഉണ്ട്. കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലാൻ, വലിയ പരിപാടികൾ നടത്താൻ നമ്മളേവരും മുന്നിൽ തന്നെ. മോശമാണെന്നല്ല പറയുന്നത്. അതേസമയം അല്ലാഹുവിന് പൂർണ്ണമായി ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹറാമ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് മുത്തുനബി പറയുന്നത്. ഒരാൾ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുക, തെറ്റുകളില്ലാതിരിക്കുക, ആ രൂപമാണെങ്കിൽ അവൻ്റെ നിസ്കാരം കുറവാണെങ്കിലും, നിർബന്ധമായ നിസ്കാരശേഷമുള്ള നിസ്കാരങ്ങൾ കുറവാണെങ്കിലും, നോമ്പുകളും ഖുർആനോത്തുകളും കുറവാണെങ്കിലും, അവൻ അള്ളാഹു പറഞ്ഞതുപോലെ സദാസമയം ദിക്ർ ചൊല്ലുന്നവനാണ് എന്നുള്ളതാണ്. അതേ സമയത്ത് വമൻ അസാഹു, റബ്ബിന് തെറ്റ് എതിരെ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, തെറ്റുകളുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ മറന്നവൻ തന്നെയാണ്. ഫഖദ് നസിയ വഇൻ കസുറത് സ്വലാത്തുഹു വസിയാമുഹു വഖിറാഅത്തുഹുൽ ഖുർആൻ. അവൻ്റെ നിസ്കാരം ധാരാളമുണ്ടെങ്കിലും, അവന് ധാരാളം നോമ്പുകളുണ്ടെങ്കിലും, ധാരാളം ഖുർആൻ ഖത്തുമുകൾ അവൻ തീർത്തിട്ടുണ്ടെങ്കിലും, അവനെ സംബന്ധിച്ച് മുത്തുനബി പറയുന്നു, അവൻ റബ്ബിനെ മറന്നവനാണ്. കുറവാണ് നിസ്കാരമെങ്കിലും, ഇബാദാത്തുകൾ കുറവാണെങ്കിലും, തെറ്റുകളിൽ നിന്ന് സൂക്ഷിച്ചുകൊണ്ട് റബ്ബിന് വഴിപ്പെടുന്നുണ്ടെങ്കിൽ അവനാണ് തകുൻ അഅബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്നവൻ അവനാണെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പറയുന്നത്. ചില വ്ളോഗർമാർ നമുക്ക് കാണാം, അവരോട് അവരുടെ ബാപ്പമാർ പറയുന്നു, മോനെ, എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയുന്നൊരു വിഷയമുണ്ട്, 5 വഖത്ത് നമസ്കാരം കൃത്യമാക്കി നിങ്ങൾ കൊണ്ട് നടക്കണം. അതേസമയം അവർക്ക് DJക്ക് പോകാം, അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങൾ ആണും പെണ്ണും സമ്മിശ്രമായ രൂപത്തിൽ ആടിത്തിമർക്കാം, ഒന്നിനും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് അത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, ബൗണ്ടറികൾ, അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള വിഷമവുമില്ല. കാരണം യൂട്യൂബിലൂടെ ധാരാളം പണം അവരിലേക്ക് എത്തുന്നു. സമൂഹത്തിൽ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നാം ഒരു പിന്നോക്കക്കാരാണെന്ന ധ്വനി ഉണ്ടാകുന്നു. അതേസമയം 5 വഖത്ത് നമസ്കാരം കൃത്യമായി ഉണ്ട്. അതുപോലെ തന്നെ മോശമായ രൂപത്തിൽ ഇസ്ലാം അനുവദിക്കാത്ത മ്യൂസിക്കുകളും അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങളും പാടുവാനൊരുങ്ങിയ മജ്ലിസ്, ആ ഒരു ഇരുത്തമുള്ള സ്ഥലത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ അയാൾ ബാങ്ക് നിർത്തി, ബാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് ആ പാട്ട് നിർത്തിയ ശേഷം വീണ്ടും തുടർന്നു. ഇതൊക്കെ വലിയ ഒരു ഇസ്ലാമിക രീതിയാണെന്ന ധ്വനി പുതിയ തലമുറയിൽ കൃത്യമായി ഉണ്ടായിത്തീരുന്നുണ്ട്. ഇത് അപകടകരമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അള്ളാഹു പറഞ്ഞതുപോലെ, മുത്തുനബി കാണിച്ച് തന്നതു പ്രകാരം ജീവിത രീതിയെ ക്രമപ്പെടുത്തുന്ന
ഒരു രീതിശാസ്ത്രത്തിനാണ്, ഒരു പ്രത്യയ ശാസ്ത്രത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് തോന്നുന്നത് ചെയ്ത് തോന്നുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഇസ്ലാം അത് മുസ്ലിം എന്നവന് പറയാൻ സാധ്യമല്ല. അവർ വലിയ തെറ്റുകാരാണ്, റബ്ബിനെ മറന്നവരാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദീനായി തന്നെ നാം മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഅസ്സലാം ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.